you been? Follow you around every bend. Follow you into the dark. Throw your hair on down like a falling star. Colors blur, memories fade. What we found just tends to stay. So hold to me and I'll hold on to you. We'll see the story through. നീ മത്സ്യനാഥ നമ്മുടെ യാത്രയെ നീ മത്സ്യനാഥ ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ ചെയ്യണമേ. ബലവാനി നീ മത്സ്യനാഥ നമ്മുടെ യാത്രയെ നീ ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ടാണമേ. ബലവാനി നീ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഞങ്ങളെ കണ്ടാണമേ. ഞങ്ങളെ ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. ഞങ്ങളെ പാത്രയും കൈക്കൊണ്ട് ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. സ്ത്രീ പാകട സ്ത്രീ ബാലക്മോ രാജമേ സഹോദരെ പോലെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണം. ഞങ്ങൾക്കാരുടെ ക്ഷമിച്ചു പോലെ ഞാനോ പാപങ്ങളോ ക്ഷമിക്കണമേ. രാജ്യശക്തി മോട്ടോന്നേക്കുന്നതാകുന്നു. ആമീൻ. ഞങ്ങളുടെ കർത്താവിനോടെ ദേവമാതാവായ വിസ്തന്നെ മത്തറിമേ തമ്പുരാനെ പാവലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ അപേക്ഷിക്കണമേ. ആമീൻ. എന്റെ ദൈവമേ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവമേ നീ വിശ്വനാവുന്നു. ബലവാനെ നീ വിശ്വനാവുന്നു. ദൈവമേ നീ വിശ്വനാവുന്നു. ബലവാനെ നീ വിശ്വനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണിച്ചേനമേ. ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് കണിച്ചേനമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥന ഞങ്ങളോട് കണിച്ചേനമേ.
ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയങ്ങൾക്ക് ജീവനെ സ്തുതി. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശരണമേ, നിന്റെ രാജ്യം നിന്റെ ദേശം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കരുത്, പിന്നെയോ ദോഷങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ സ്ത്രീയിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. കർത്താവ് യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും നീ തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ
Wow.
ആകാശത്തെ ഭൂമിയെ മാനത്തെ സംഭവിക്കുക എന്റെ സമാധാനം ഇപ്പോൾ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയാണ്. തന്നോരം ആനുഷ്ഠാനങ്ങളും പരസ്പരത്തെയും സന്തോഷവും സ്വീകരിക്കുകയും ചെയ്യുന്നതായി ബോധ്യം ഇവരുടെ
ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ മോതിരമായി വെളിപ്പോടെ നൽകി അതിനെ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി അത് നൽകിയ നൽകത്താൽ നിന്റെ കൂടെ അതിനെ ഉത്സവിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി നീ അതിന് പൂർണ്ണത നൽകി. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹശേഷിക്കുന്നവരാനന്ദം മോതിരത്തിൽ കൂടെ ചെയ്യുകയും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവെപ്പോൾ ബലഹീന ദാസനാകുന്നങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അംഗീകരിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാട്ടി ഞാൻ സമ്പൂർണ്ണതയിലുള്ളവരുമായി തീരുമാനിടണമേ. കർത്താവയുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും നയിച്ചതിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഏകത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ അവരെയും ഇവരെ ആവിഷ്കാരത്തിലും അനുഗ്രഹിക്കുകയും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആസുഖീയ മഹോന്നതകളിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ദൈവതമ്പുരാനെ സന്നിഹിതരായിരിക്കുന്ന ഇതിനെ കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും പ്രേക്ഷകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വന്തമാകണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും തിരുമുമ്പാകെ തൃപ്തിപരാതിരും ഇടപെടാതെ പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ തങ്ങളുടെ മണവാളത്തിന് ഈ ദാസനെന്ന സുവർണ നടപടികളാവുന്ന മകരപ്പെടുന്ന ഇവരെ യോഗ്യരാകണമായ സ്നേഹവും യോജിപ്പും ശാന്തതയ്ക്ക് കാലപരിതമല്ല കൈക്കൊണ്ടുണ്ടാകുമാറാകണമേ. ആത്മാവിന്റെ ശരീരത്തിൽ പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തിയാകുന്നതിന്റെ പിതാവിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയെ സ്തോത്രം സമർപ്പിക്കുന്നു. കരുണയാലും
പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ വിശുദ്ധ നിന്റെ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടെ സന്തോഷത്തോടുകൂടെ പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കട്ടെ. ചെയ്യുമാറാകട്ടെ. സന്തോഷത്തെ തന്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിലയിരുത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും ലെവ്യക്കാരുടെയും വിവാഹം നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോതിരങ്ങളുടെ പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുന്നതാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളെല്ലാം മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുന്നതാകട്ടെ. ഇവരുടെ നോവിന്റെ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കുന്നതും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയും ഉദകുവാൻ ദൈവമായ ആവശ്യമാകട്ടെ. സകല കപട സ്നേഹത്തെ വരുന്ന നീക്കികളെയും മഞ്ഞോനെ സ്നേഹിപ്പാനായി സ്നേഹാത്മകളുടെ ഹൃദയങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കപ്പെടാകട്ടെ. സുരഭിതങ്ങളായ ശ്മശാനപ്പെടുന്നങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസ്സാക്ഷി നൈവം സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തിൽ ഉപേക്ഷിക്കുന്ന അസുഖകാലങ്ങളായ ദുഷ്ടമനുഷ്യന്റെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വാഹനത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളെന്നവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നദ്ധയിൽ നിന്നും നല്ല കാലങ്ങളും നല്ല അനുഗ്രഹപൂർണ്ണമായ സംവത്സരങ്ങളും അറിവുമാറാകട്ടെ. Oh
നിങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ 30, 40, 100 ഇരട്ടിയായി ഇവിടുന്ന് പ്രതിഫലം നൽകുവാനാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുവാനാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹരാവും പകരം നമ്മളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നമ്മളെ കാത്തുകൊള്ളുകയും ചെയ്യും. സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകൾ
നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ മാറിയണമേ. സന്തോഷോല്ലാസങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആത്മാവുകയും ചെയ്യുമാറാകണമേ. ഹോശോ വകുലസ്മാലേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന വഴി കൂടെ ജീവാൻ
ജീവിക്കുന്നവരും പാപമരണമുള്ളവരും നാം ദിവസമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധമാകത്തേക്ക് കടന്നു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്നോട് രക്ഷപ്പെടുവാനെന്ന കോണം ദൈവമേ നിന്റെ മക്കളെ നീ സംയോജിപ്പിക്കണമേ. ഞങ്ങളെ നിന്റെ ആത്മീയാന്തരികോകൾ നേരിടുന്നവരെ കാലം നിന്നോടുള്ള ഭക്തിയിൽ വിശുദ്ധനാട് കൂട്ടങ്ങൾക്ക് സദസ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടതയും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാണമേ. ദൈവമായ നമ്മൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാനാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നിമിത്തവനും മനുഷ്യാകുന്നുവല്ലോ. നിനക്ക് പരിശുദ്ധമായ പറയുന്നു. Yeah.
പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നിങ്ങളോട് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ സേവിക്കും. എന്തെന്നാൽ ശരീരത്തിന്റെ പ്രകാരം ഭാര്യയുടെ അറിയാവുന്നു. സഭ വിശേഷപ്പെട്ടുകൊണ്ടുതന്നെ ഭാര്യമാർക്കും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ സമയം സ്നേഹിച്ചതുപോലെ അവിടെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അവർ സഭയെ വിശദീകരിക്കുന്നതിന് ചിലതുകൊണ്ട് കഴിയുകയും വചനത്താൽ വേണ്ടിയുള്ളതാക്കി ഇത് അവിടെ പറയുകയോ ചിലവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾക്ക് അനുഗ്രഹീതയായി പരിശുദ്ധിയായി ഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സംസാരിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നതാണോ? എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ വിശ്വാസഭയ്ക്ക് വേണ്ടുന്നവരെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുന്ന് സ്നേഹിക്കുന്നവയും മാംസമതികളും അസംബന്ധികളുമാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെ വിട്ടുകഴിഞ്ഞ തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഒരു മേഘസ്ഥിരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിയായെക്കുറിച്ചുമാണ് സഭയെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്രകാരം നിങ്ങൾ ഓരോരുത്തരും തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ അവരുടെ സ്വഭാവം ആദരിക്കുകയാണ്. മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കും. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയാകുന്നു. ആമേനായി മാറും. ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന സത്യപ്രാസംഗികനായ മത്തായി ശ്ലീഹാ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ളവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ആ നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മരുതയിലെ യഹൂദയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പരീക്ഷന്മാരെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിക്കുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണ് പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചവനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിക്കുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞു,
മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിക്കുവാൻ നിങ്ങളെ അനുവദിച്ചു എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് അപ്രകാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റപരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട്, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തനല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ഡന്മാരായി ജനിക്കുന്ന ഷണ്ഡന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ഡന്മാരുണ്ട്. ദൈവരാജ്യനിമിത്തം തങ്ങളെ തന്നെ അങ്ങനെ ആക്കി തീർക്കുന്നവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ഭാരത്മോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ും
ക്ലീലോ കൊഹനോ സോയി ബരീശോ കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയുടെ ശിരസിൽ ആചാര്യൻ ചൂടിക്കുന്നു. സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് യഥാർത്ഥമായി നമ്മുടെ വാർത്തകൾ മുദ്രയിടട്ടെ. നിശ്ചികാതന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയോടെ വളരെ നിങ്ങളെ താമസിച്ചുള്ള ഉദ്രങ്ങളിലും നിങ്ങളെ കാത്തുകൊണ്ട് എന്റെ സമാധാനത്തോടെ നിങ്ങളോട് കൂടി ഇരുന്ന് ആകൽക്കറി സകല വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസുഖങ്ങൾ ദൈവം നിങ്ങളെ കാത്തുകൊണ്ടേ നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. യാക്കോബ് യോസേഫിനെ സന്തോഷിച്ചവരാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറവിലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോവിന് മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. യാക്കോബ് നൽകിയ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് പരിമഞ്ഞ് ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുക അവിടുത്തെ സ്വാതന്ത്ര്യം ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലപ്പെട്ട കാലങ്ങളാകുവാൻ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായി കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നമ്മുടെ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വപ്പെടുമാറാകട്ടെ. ഈശ്വരൻ കൊണ്ടും സമ്പാദ്യം കൊണ്ടും സർവ്വത സൗഭാഗ്യം കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാകട്ടെ. ആ പാപിനിയോടെ പോലെ നിങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശമായി വഹിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ പാവനികാരം പ്രാപിക്കുകയും ചെയ്യേണ്ട ഇസ്രായേലിൽ നിന്നോ കൂട്ടിക്കൊണ്ടു പോകുന്ന വാട്ടോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങുന്ന ഭവനങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധമായ സ്തുതികളെ ദോഷവും വകുപ്പോലോ ശുഭാ
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസങ്ങളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിൽ തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചുകൊള്ളുന്നതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും വിശുദ്ധ ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശുഭാശന്മാരും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീത മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക ഭർത്തമറിയാവുന്ന അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ ഇന്നും എല്ലാ നാളും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളുമായിട്ടാകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ളതായ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഇവൾ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനോട് പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ബാധിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാണ്. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഇന്നും എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ോ
നിങ്ങൾക്ക് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില അവസാനിയ വലിയ പുലിയുടെ പേരുള്ളതായ എല്ലാ വിവാഹ മംഗളങ്ങളും നിങ്ങൾക്കിപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുകയാണ്. 2 വാഹനങ്ങളിൽ യാത്ര ചെയ്താണ് ഈ സമയം വരെയും നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് ഒരു മുറിയിൽ ഒരു കട്ടിലാണ് നിങ്ങൾ ഉറങ്ങുവാനായിട്ട് പോകുന്നത്. അത്രമാത്രം പരിപാവനമായ ഒരു ബന്ധവും അതിൻ്റെ ഒരു ഉത്തരവാദിത്വവുമാണ് ഈ കൂടി നിൽക്കുന്ന എല്ലാ ദൈവജനത്തിൻ്റെയും മുമ്പാകെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വലിയ ബോധ്യമുണ്ടായിരിക്കണം. മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെലാട് ബസാനിയ വലിയ പള്ളിയുടെ പേരിലുള്ളതായ എല്ലാ വിവാഹ മംഗളങ്ങളും നിങ്ങൾക്കിപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് നേരുകയാണ്. പള്ളിയുടെ ഒരു ഉപഹാരം ഇപ്പോൾ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ തരും. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുകയും ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് ധ്യാനിച്ച് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സുഹൃത്തുക്കളും എല്ലാവരും ദീർഘമായി സൂക്ഷയും ഏറ്റവും ഭക്തിയാദരപൂർവ്വം പങ്കെടുത്തു. എല്ലാവരോടുമുള്ളതായി നന്ദി സ്നേഹവും കഴുതക്കോട്ടിൽ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ബ്ലസ്സിമോളുടെ കുടുംബത്തിൻ്റെയും പേരിൽ സ്നേഹബുദ്ധിയാ നിങ്ങളെ അറിയിക്കട്ടെ. ഗായക സംഘം നമ്മുടെ തന്നെ ദേവാലയത്തിലെ കുഞ്ഞുങ്ങളാണ്. കേൾക്കപ്പെട്ട യോഗ്യമായി തീരുമാനങ്ങളെ Who can say where the road goes, where the day flows? Only time. And who can say if your love grows as your heart shows? Only time. We gotta
just been a dream. Then please, all I wanna do is sleep. So, Daisy and Bessie, first of all, congratulations and may God bless you abundantly and prosperously throughout your life. This is the day that Lord God had specially made and designed for Abby and Bessie. So, let's be glad and celebrate this beautiful day with them. നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഒന്ന് ചേർത്തുകൊണ്ട് നല്ലൊരു കൈ കൊടുത്തേ. ഒരു നല്ല കൈ കൊടുത്തേ. So now let me introduce Abby and Bessie. Our beautiful bride, Bessie Paulos, daughter of Lane Paulos and Elsa Paulos from Tekikar House. She studied her 10th grade at St. Stephen's Girls Higher Secondary School, Neerambara. Then she studied her plus 2 class at St. Stephen's Higher Secondary School, Neerambara. Then she completed BSc Nursing at NINS College of Nursing, Shivamogga. Now she has 2 years of experience as a staff nurse at Fortress Hospital, Mumbai. Then her handsome groom, Abby Verghese, son of Verghese KK and Atsama Verghese from Tekekara House. He studied his 10th and plus 2 class at St. Stephen's Higher Secondary School, Neerambara. Then he completed BSc Statistics at MA College, Kodamangalam. Then he completed his MCA at Yamaha College, Coimbatore. Currently, he is a senior software engineer working at Quest Global Trivandrum Technopark. ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് കണ്ടാലേ അറിയാം ഇത് ഇവരുടെ ലൈഫിലെ one of the happiest moment ആണ്. അതുപോലെ തന്നെയായിരിക്കും ഇവരുടെ പേരൻസും ഫാമിലിയും ഇത് ഒത്തിരി സന്തോഷത്തോടെയും അതിലേറെ പ്രതീക്ഷകളോടെയും ഇരിക്കുന്ന ദിവസം. അപ്പോൾ ഈ ഒരു മൊമെന്റിന് ഇതിനോടൊപ്പം ഇവരുടെ പേരൻസിന്റെയും ഫാമിലിയുടെയും പ്രസൻസ് ആവശ്യമാണ്. നമുക്ക് ഇവരുടെ ഫാമിലി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. Now I welcome groom parents and family members to the stage. അടുത്തതായി ഞാൻ എബിയുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നിറഞ്ഞ കൈകളോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We will find that I am yours and you are mine. In the fall, in the rise. Then I welcome bride parents and family members to the stage. അടുത്തതായി ഞാൻ ബെസ്സിയുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നിറഞ്ഞ കൈകളോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. All I wanna do is stay. 'Cause you Reverend Fathers to bless this occasion. ഇന്നത്തെ ഈ പരിപാടി അനുഗ്രഹീതമാക്കി തീർക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ നിറഞ്ഞ കൈകളോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Put your hands together for the Reverend Fathers. ആദരവീയ സഹോദരൻ, പ്രിയപ്പെട്ട മണവാള മണവാട്ടി, ബന്ധുമിത്രാദികൾ എല്ലാവരും സമയം വളരെ ദീർഘിപ്പിച്ച് കടന്നുപോയിട്ടുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് സ്റ്റേജിലെ കാര്യങ്ങളിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഈ സ്റ്റേജിലെ ചടങ്ങുകൾ ഔപചാരികമായിട്ട് മണവാളനും മണവാട്ടി ചേർന്ന് ഈ തിരികൾ തെളിയിച്ച് അവരുടെ ജീവിതകാലവും പ്രകാശപൂരിതമായിട്ടിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മണവാളനും മണവാട്ടി ചേർന്ന് ഈ ദീപം തെളിയിച്ച് ഒരു ജീവിതത്തിന് ആർന്നിക്കുന്നു. I am yours and you are mine.
It's like it was yesterday. I was praying for a miracle, scared to have a little hope. And now looking back today, seeing all the things you've done, I can't even add them up. 1, 2, 3, up to infinity. I'd run out of numbers before I could thank you for everything. God, I'm still counting my blessings, all that you've done in my life. The more that I look in the details, the more of your goodness I'll find. Father, on this side of heaven, I know that I'll run out of time, but I will keep counting my blessings. Yo, and I can't count that high. And I know that seasons never last forever, so God, I will remember all of the reasons my heart has to be grateful. All the times you've been faithful to me. God, I'm still counting my blessings, all that you've done in my life. The more that I look in the details, the more of your goodness I'll find. Father, on this side of heaven, I know that I'll run out of time, but I will keep counting my blessings. No, and I can't count that high. Oh, I can't count that up to infinity. I'd run out of numbers before I could thank you for everything. God, I'm still counting my blessings, all that you've done in my life. The more that I look in the details, the more of your goodness I'll find. Side of heaven, I know that I'll run out of time, but I will keep counting my blessings. Knowing I can't count that high, I will keep counting my blessings. I believe what the point is.
there's a reason, and I know there's a rhyme. We were meant to be together, and that's why we can roll with the punches. We can stroll hand in hand. And when I say it's forever, you understand that you're always in my heart. You're always on my mind. And when it all becomes too much, you're never far behind. And there's no one that comes close to you, could ever take your place. 'Cause only you can love me in this way. I could have turned a different corner, I could have gone another place, then I'd have never had this feeling that I feel today. Yeah. And you're always in my heart, you're always on my mind. When it all becomes too much, you're never far behind. And there's no one that comes close to you, could ever take your place. 'Cause only you can love me this way. Too much, you're never far behind. And there's no one that comes close to you, could ever take your place. 'Cause only you can love me this way.
ബേബി ചേട്ടായി ആൻഡ് ചേച്ചി ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. ഭയങ്കര വലിയ സന്തോഷം. പിന്നെ യു ആർ ദി ബെസ്റ്റ് ചേട്ടായി ആൻഡ് ഐ ലവ് യു. She is so shy, scared of the sunrise, only come by noon. And he is a wallflower, scared of the fallout of speaking too soon. She likes his eyes, the way they baptize the morning light. And on the walk home, he steps real slow, just to see she's alright. It only takes one move, can you move me? Under a black wolf moon, down on Queen Street. He takes her hand, light as moonshine, and pulls in glue. When their mouths touch, she is helpless. She likes it though. It only takes one move. Can you move me? After all the music, when your feet can hardly walk, kicking all the way through all the bottles on the floor. Ear to my chest, hear my heart. You know I'm losing it in your arms. Past the crazy shout and listen to the truth. Past the many cabs lined up by the Jew. Will I ever stop thinking about you? 'Cause I don't have any answers, but I know what I think about us. When I'm driving through the city with you, it's like they got all of the lights turned up. And we're 50 and 30, and you're talking dirty in the front. It's me like, ooh, love. It's me like, ooh, love. Fairground bridges, night traffic like a tide. Slow minutes, we're losing track of time. Black River to take us home. It's all quite beautiful. Like people see Jesus in the clouds, like lovers see lovers in a crowd. You'll always be what I see now. 'Cause I don't have any answers, but I know what I think about us. When I'm driving through the city with you, it's like they got it all